ഇപ്പോൾ കൊച്ചിയിൽ ബിജു രമേശ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാനേജ്മെന്റുകളെ കേൾപ്പിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ ശാഖയ്ക്കും 25,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശാഖ പ്രസിഡന്റ് സെക്രട്ടറിയോട് നിങ്ങൾ കഴിയുന്നിടത്തോളം ആൾക്കാരെ കൂട്ടണം, ഇനി കൂടുതൽ പൈസ വേണമെങ്കിലോ കൂടുതൽ ബസ് വേണമെങ്കിലോ നോക്കിയിട്ട് പറയാൻ പറഞ്ഞ് ഒരു പ്രാഥമിക ചെലവിലേക്കായി 25,000 രൂപ വെച്ച് നൽകുകയാണ്. ഇതെല്ലാം ഇതിൽ നിന്നും മോഷ്ടിച്ച പൈസ SN ട്രസ്റ്റിൽ നിന്നും SNDPയിൽ നിന്നുമായിട്ട് മോഷ്ടിച്ച ഏകദേശം 800 കോടി രൂപയ്ക്ക് മുകളിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൈകളിലുണ്ട്. ആ പൈസകളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി, രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളിലേക്ക് വേണ്ടി, അദ്ദേഹത്തെ എന്റെ കൂടെ ആളുണ്ടെന്ന് രാഷ്ട്രീയത്തിൽ കാണിക്കുന്നതിലേക്ക് വേണ്ടി, രാഷ്ട്രീയ വിലപേശലിന് വേണ്ടി, അതിലൂടെ BJP അതാണ് CBI അന്വേഷണത്തിൽ വേണമെന്ന് പറഞ്ഞ് കൊലയാളിയെ കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന CBI വന്നു കഴിഞ്ഞാൽ സെൻട്രൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ കേസിൽ നിന്ന് അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസം വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിലൂടെ സെൻട്രൽ ഗവൺമെന്റുമായി കൂടി നിന്നുകൊണ്ട് ഈ കൊലപാതകത്തിലും സാമ്പത്തിക ക്രമക്കേടിലും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടിയുള്ള മറയായിട്ടാണ് പുതിയ രാഷ്ട്രീയ രൂപീകരണം. അത് ഈ പറയപ്പെടുന്ന 800 കോടി രൂപയ്ക്കുമുള്ള SN ട്രസ്റ്റിൽ നിന്ന് SNDPയിൽ നിന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. അല്ലാതെ കനിച്ചിക്കുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഐശ്വര്യ ട്രസ്റ്റിന്റെ പേർക്ക് ജാമ്യമെടുത്ത് നിൽക്കുകയാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ്, വിജിലൻസ് കേസുകളിൽ പ്രതിയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷ തേടുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ രാഷ്ട്രീയം രൂപീകരിച്ച് അതിൽ നിന്നും ഒരു രാഷ്ട്രീയ ശക്തിയായി മുന്നേറിക്കൊണ്ട് അതിൽ ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടപ്പെടാനും സ്വാധീനം ചെലുത്തി സ്വാധീന സമ്മർദ്ദത്തിലേക്ക് വരുന്നതിലേക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് ഇത്തവണ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടുതലായി ഈ പറഞ്ഞത്. അതായത് നിരവധി വിജിലൻസ് കേസുകളടക്കം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രപരമായ മറയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ശ്രീ പുഷ്പാങ്കനെയും എന്നെയും ഏത് വിധത്തിലും ഞങ്ങളെ വധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിക്കാണ് ശ്രീ തുഷാർ നമ്മുടെ MP ശ്രീകുമാറിനോട് പറഞ്ഞത്. ബിജു രമേശിനെയും ശ്രീ പുഷ്പാങ്കനെയും കൈകാര്യം ചെയ്യാൻ ഏത് രീതിയിലെങ്കിലും കൈകാര്യം ചെയ്യുമെന്ന് MP ശ്രീകുമാറിന് തുഷാർ പറഞ്ഞതായിട്ട് MP ശ്രീകുമാർ വിളിച്ച് പുഷ്പാങ്കനോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് അവരുടെ അന്വേഷണത്തിലേക്ക് കാര്യം പീതാൻമാനന്ദ സ്വാമിയുടെ അന്വേഷണത്തിലേക്ക് പോകുന്നു, ശാശ്വതാനന്ദ സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോകുന്നു. അപ്പോൾ ഇതിന് രണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഏത് രീതിയിലെങ്കിലും മാവരുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് എന്ന് ശ്രീകുമാർ വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല. ബിജു രമേശ് കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ നിന്നടക്കം രക്ഷപ്പെടാനുള്ള വളരെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം നിലവിൽ പറഞ്ഞത്. ശാശ്വതികാനന്ദയുടെ മരണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കൃത്യമായി എത്താതിരിക്കാനുള്ള ഒരു മറ സൃഷ്ടിക്കുക, അതുവഴി പൊതുജന പിന്തുണ നേടുക എന്ന ഗൂഢമായ ലക്ഷ്യമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന തന്ത്രപരമായ നീക്കത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് അടക്കം നിരവധി സാമ്പത്തിക ക്രമക്കേടുകളുടെ പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയ രേഖകൾ അത്തരത്തിൽ തനിക്ക് കൃത്യമായി അറിയാം. ആ കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ അദ്ദേഹം പറഞ്ഞത്.